ഈ ചടയമംഗലത്ത് ആള് മാറി, അതായത് സുരേഷ് ബിന്ദു ഒരു ഭാര്യയും ഭർത്താവാണ്, ദമ്പതികളാണ്. ഇവരെ ഈ കാട്ടാക്കടയിലെ SI മനോജ് ആള് മാറി സുരേഷിനെ പിടിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ആള് മാറിപ്പോയി. ഇദ്ദേഹം പോകുന്നത് സാധാരണ പോലീസ് ആളുകളെ പ്രതികളെ പിടിക്കാൻ പോകും, ചിലപ്പോൾ ആൾ മാറിപ്പോവും, അതൊക്കെ സാധാരണമാണ്, സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട സംഗതി എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം പോകുന്നത് SI പോകുന്നത് പോലീസുകാരെയും കൂട്ടിയല്ല, SI 3 ഗുണ്ടകളെയും കൂട്ടിയിട്ടാണ് ഈ പ്രതികളെ പിടിക്കാനായി പോകുന്നത്. യഥാർത്ഥത്തിൽ ഉള്ള പ്രതികളെ അല്ല പിടിച്ചത്. ആൾ മാറി സുരേഷിനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ക്രൂരമായും മർദ്ദിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതായത് പോലീസും ഗുണ്ടകളും തമ്മിലുള്ള ബന്ധം എന്നുള്ളത് നമ്മളെപ്പോഴും ചർച്ചയാകുക, അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ഒരു പ്രതിയെ പിടിക്കാൻ വേണ്ടി പോകുമ്പോൾ ഗുണ്ടകളെയും കൂട്ടി പോകുന്ന പോലീസ് എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണോ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അല്ല, ഇത് കേരളത്തിലെ പോലീസിൻ്റെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ പോലീസിനെ മാത്രം ഒരുപക്ഷെ മറ്റു പല സംസ്ഥാനത്തെ പോലീസ് ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കാം. പക്ഷേ എങ്കിൽ പോലും ഇതാദ്യമല്ല, ഇത് ഒരു 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 രീതിയാണ് പോലീസിൻ്റെ. പലപ്പോഴും അത് പുറത്തു വരുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. പോലീസ് പലപ്പോഴും ഈ ഗൂണ്ടകളുടെ സഹായം തേടാറുണ്ട്, അവിടുത്തെ സഹായം തേടാറുണ്ട്. അതിന്റെ ഭാഗമായിട്ടായിരിക്കാം ഇൻഫോം ചെയ്യാനായിട്ടുള്ള ഇത്തരം ബാച്ചുകളെ ഗൂണ്ടകൾക്ക് ആർക്കെങ്കിലും അറിയാവുന്നത്. മിക്കവാറും ഇവരുടെ കൂടെയൊക്കെ പ്രവർത്തിച്ചവരും ആയിരിക്കും ഈ കുറ്റവാളികൾ. അപ്പോൾ അതുകൊണ്ട് കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും. ഇവരുടെ എതിർ ഗ്യാങ് ആയിരിക്കും ചിലപ്പോൾ ഈ കുറ്റവാളികൾ. അപ്പോൾ ഈ മറ ഗ്യാങ്ങിനെ പിടിച്ചു കഴിഞ്ഞാൽ ആ ഗ്യാങ്ങിൽപ്പെട്ടവരെ കണ്ടെത്താൻ പോലീസിന് കഴിയും. അപ്പോൾ അങ്ങനെയൊക്കെ ചില തന്ത്രങ്ങൾ പോലീസ് കാണിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ സംഭവിച്ചത് നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത, ചടയമംഗലത്ത് സംഭവിച്ച് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതാണ്. അത് ആളുമാറി എന്ന് മാത്രമല്ല, അയാളെ വിലങ്ങ് വെച്ചു. അവിടെയാണ് ഏറ്റവും പ്രധാനം. നമ്മളൊരു ഒരു പ്രതിയെ അല്ലെങ്കിൽ ഒരു കുറ്റവാളിയെ വിലങ്ങ് വയ്ക്കുന്നതിന് കൃത്യമായ മാനദണ്ഡങ്ങൾ നമ്മുടെ കോടതികൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. എങ്ങനെ വിലങ്ങ് വയ്ക്കാം, എങ്ങനെ വില വയ്ക്കാൻ പാടുണ്ടോ, വിലങ്ങ് വയ്ക്കുന്നതിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് വ്യക്തമായ പോലീസിന് മാനദണ്ഡമുണ്ട്. അത് പിന്നെ കോടതി നിർദ്ദേശമുണ്ട്. അതുപോലെ തന്നെ പോലീസിന് തന്നെ അതിൻ്റെ സർക്കുലറുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അതെല്ലാം ലംഘിച്ചുകൊണ്ടാണ് ഈ കാട്ടാക്കടത്തെ SI, അതായത് അദ്ദേഹം ചടയമംഗലത്തെ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു, പിന്നീടാണ് അദ്ദേഹം കാട്ടാക്കടയിലെ പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് മാറുകയും അവിടെ നടന്ന ഒരു കൊലപാതകം മനോജ് SI മനോജ്. അപ്പം ഈ അവിടെ നടന്നൊരു കൊലപാതകമായിട്ട് ബന്ധപ്പെട്ട് ഒരു തുമ്പ് കണ്ടെത്താനും ഒരു പ്രതി എന്ന് സംശയിക്കുന്ന ഒരാളിനെ പിടിക്കാനും വരുന്നത് ചടയമംഗലത്ത് വരുന്നത്. അപ്പോഴാണ് ഗൂണ്ടകളെ വിളിച്ചുകൊണ്ട് പോകുന്നത്. ഗൂണ്ടകൾ കാട്ടിക്കൊടുത്ത വഴി കൂടെ തന്നെ SI പോവുകയും ഈ പറയുന്ന സുരേഷിൻ്റെ വീട്ടിൽ ഒരു ദളിത് യുവാവാണ് അയാൾ ഒരു സാധാരണ കൂലി തൊഴിലാളിയാണ്. മരം ചുമക്കാൻ പോകുന്ന ആളാണ്. തടി ചുമക്കാനാണ് അയാളെ ജോലി എന്ന് പറയുന്നത്. അയാളത് പറയുന്നുണ്ട്, ഞാനൊരു തടി ചുമക്കാൻ പോകുന്ന ആളാണ്, അല്ലാതെ അങ്ങനത്തെ ഒരു കൂലിപ്പണിക്കാരനാണ്. എൻ്റെ ഭാര്യ വീട്ടിൽ നിൽക്കുന്നതാണ്, അത്യാവശ്യം ജോലികളൊക്കെ ചെയ്യും, കൃഷിപ്പണികളൊക്കെ ചെയ്യും, അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളാണ്. ഈ ഇദ്ദേഹത്തിന് വന്ന് ഈ ഗൂണ്ടകൾ വന്നു, ഗൂണ്ടകൾ കാണിച്ചു കൊടുത്ത് SI ചെന്ന് ഓടിച്ചു പിടിക്കുകയാണ്. പിടിച്ച് അപ്പം തന്നെ 2 ഇടിയും കൊടുത്തിട്ട് കൈ പിറകെ വെച്ചിട്ട് വിലങ്ങിടുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് എന്താണെന്ന് ചോദിച്ചിട്ട് കാര്യം പറയുന്നില്ല. നീ അല്ലടാ കൊന്നതെന്ന് പറയുന്നു, നീ തന്നെ ഞങ്ങളുടെ പ്രതി എന്ന് പറയുന്നു. ഞാൻ അങ്ങനെയൊന്നും പോയിട്ടില്ല, എനിക്കൊന്നുമില്ല എന്ന് പറയുന്നു. ഒന്നും കഴിഞ്ഞില്ല. ഭാര്യ ഇതിനിടയ്ക്ക് ഓടി വന്ന് ബഹളം കാണിച്ചു. അപ്പോഴേക്കും ഭാര്യയും പിന്നെ തള്ളിമാറ്റി. ഈ തള്ളിമാറ്റിയ കൂട്ടത്തിൽ അവരൊക്കെ അവരുടെ ശാരീരികമായ ക്ഷതയേറ്റിട്ടുണ്ട്, വസ്ത്രങ്ങൾ കീറിയിട്ടുണ്ട്, അടുക്കളയിൽ പാകം ചെയ്യിച്ചിരുന്ന സാധനങ്ങൾ എല്ലാം നാശമായിട്ടുണ്ടെന്നൊക്കെ അവർ പറയുന്നുണ്ട്. എന്തായാലും ഈ പൊക്കിയെടുത്ത് ജീപ്പിൽ കൊണ്ടിട്ട് വീണ്ടും നന്നായിട്ട് തല്ലി ഇയാളെ. ജീപ്പിൽ പോകുന്ന വഴിയിൽ, അവിടെയാണ് നമ്മൾ ഈ ഗൂണ്ടകളും പോലീസും തമ്മിലുള്ള ഒരു ബന്ധത്തിൻ്റെ ഒരു ഗുരുതരാവസ്ഥ മനസ്സിലാവുന്നത്. ജീപ്പിൽ പോകുന്ന വഴിയിൽ ഇയാളുടെ ഫോട്ടോ എടുത്തിട്ട് ഈ ഗൂണ്ടകൾ പലർക്കും അയച്ചു കൊടുക്കുകയാണ്. അങ്ങനെ അയച്ചു കൊടുത്തപ്പോൾ അവർ ഏതോ മറുതലയിലിരിക്കുന്നവർക്ക് അത് കക്ഷിയല്ല, യഥാർത്ഥ പ്രതിയല്ല എന്ന് അവർക്ക് ബോധ്യമാകുന്നു. അവരുടനെ തന്നെ ഈ നിങ്ങൾ കൊണ്ടുവന്ന ആളല്ല, ഈ കാണുന്ന ഇപ്പം നിങ്ങൾ അയച്ചെന്ന പടത്തിലുള്ള ആളല്ല ഇത് എന്ന് പറയാം. അപ്പോൾ പിന്നെ SIക്ക് ഒന്നും ചെയ്യാൻ പറ്റാതായി. അപ്പോൾ പിടിക്കാൻ പറഞ്ഞതും പിന്നെ ഗൂണ്ട, വിടാൻ പറയുന്നതും ഗൂണ്ടയാണ്. ഒരു SI ആലോചിച്ച് നോക്കണം. ഒരു SIയുടെ തീരുമാനത്തിനെ എത്രമാത്രം സ്വാധീനിക്കുന്നു. ഇന്ന ആളാണ് പോയി പിടിക്കുമെന്ന് പറഞ്ഞ് പിടിച്ചു, അപ്പോൾ പറയുന്നു അല്ല ഇത് പിടിക്കണ്ട, ഇത് ആളല്ല എന്ന് പറയുന്നു, വിടേണ്ടി വരുന്നു. അതാണ് SIയുടെ ഒരു ഗതികേടെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് സംഭവിച്ചത്. ഇയാളൊക്കെ പോലീസിൽ ഇരിക്കരുത്, രാജിവെച്ച് വേറെ പണിക്ക് പോകണം. അതാണ് അതിൻ്റെ ഒരു അവസ്ഥ. കാരണം ഇങ്ങനെയുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇരിക്കാൻ പാടില്ല. എന്നിട്ട് ഇയാൾ ഈ സുരേഷ് എന്ന് പറയുന്ന ആൾ അവിടെ ചടയമംഗലം പോലീസ് സ്റ്റേഷൻ കടന്നു പോയപ്പോൾ എന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ഇടണമെന്ന് പറഞ്ഞു, വിട്ടയക്കണമെന്ന് പറഞ്ഞു.
ഇതിനിടയ്ക്ക് നന്നായിട്ട് പെരുമാറിയിട്ടുണ്ട് പോലീസ്. കാര്യമായിട്ട് SIയും ഒക്കെ ഗൂണ്ടകളും അത്യാവശ്യം പെരുമാറി. പക്ഷേ കൂടുതൽ SI ആണ്. ഗൂണ്ടകളങ്ങനെ കൂടെ ഒന്ന് കാണിച്ചു കൊടുക്കുകയും പിടിച്ചെടുത്ത് വലിച്ചിടാനൊക്കെ ശ്രമിച്ചതേ ഉള്ളൂ. പക്ഷേ മർദ്ദിച്ചത് മുഴുവനും SI ആണെന്ന് അയാൾ പറയുന്നുണ്ട്. എന്നിട്ട് ഈ ചടയമംഗലത്ത് പോലീസ് സ്റ്റേഷനിൽ എൻ്റെ അവിടെ കൊണ്ട് ഇറക്കണമെന്ന് പറയുമ്പോൾ സമ്മതിച്ചില്ല. ഞാൻ എവിടെ ഇറക്കണം, ഞാൻ തീരുമാനിച്ചോണ്ടാന്നൊക്കെ പറഞ്ഞു. അപ്പോഴും വരട്ടി. അത് കഴിഞ്ഞിട്ട് എന്നെ ആശുപത്രിയിലാക്കണമെന്ന് പറഞ്ഞു. എനിക്ക് ഒട്ടും പോയി എന്നെ ആശുപത്രി കൊണ്ടിടണമെന്ന് പറഞ്ഞു. ചെയ്തില്ല, വഴിയിലിറക്കി കൂടെയാണ് ചെയ്തത്. അത്ര ഒരു മാനുഷിക പരിഗണന പറ്റത്തില്ല. ആശുപത്രിയിലാക്കിയാൽ ഇത് ചെയ്തു അതാണ് സംഭവം. അല്ല, അയാൾ സുരേഷ് എന്തായാലും കൊണ്ടുപോകാൻ പറ്റത്തില്ല, സ്റ്റേഷൻ കൊണ്ടുപോകാൻ ഒക്കില്ല. അപ്പം വ്യക്തമായിട്ടും സുരേഷ് എന്ന് പറഞ്ഞ ആൾ കുറച്ച് കാര്യങ്ങൾ അറിയാം. സാധാരണക്കാരായ എന്തായാലും കേരളത്തിലെ ജനങ്ങളാണ്, അവർ കുറച്ച് കാര്യങ്ങൾ അറിയാമായിരിക്കും. അതുകൊണ്ടായിരിക്കും രണ്ടിടത്ത് കൊണ്ടുപോകണമെന്ന് പറഞ്ഞത്. പക്ഷേ ഈ പോലീസിന് അതിൻ്റെ ഗുരുതരാവസ്ഥ മനസ്സിലായതുകൊണ്ട് അദ്ദേഹം അത് ചെയ്തില്ല, ഇട്ടിട്ട് പോവുകയാണ് ഉണ്ടായത്. ഇത് ജൂലൈ 21 നടന്ന സംഭവമാണ്. അതിനുശേഷം പരാതി വന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു വകുപ്പ് തല അന്വേഷണം നടന്നു. കൊട്ടാരക്കര DYSP ആയ ബൈജു കുമാറാണ് അന്വേഷണം ഏറ്റെടുത്തത്. അദ്ദേഹം ഒരു അന്വേഷണം നടത്തിയിട്ട് റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ്. അതാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ്. കഴിഞ്ഞ ദിവസമാണ് കേസെടുത്തത്. ഈ മനോജ്, അതായത് SI മനോജിനെതിരായിട്ടും ഈ 3 ഗൂണ്ടകൾക്കെതിരായിട്ടുമാണ്, കൂടെ വന്ന 3 ഗൂണ്ടകൾക്കെതിരായിട്ടാണ് കേസെടുത്തിരിക്കുന്നത്. ജാമ്യമില്ലാ വകുപ്പ് അനുസരിച്ചിട്ടാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. എന്നിട്ടും ഇപ്പോൾ കൂടുതൽ അന്വേഷണങ്ങൾ പോലീസ് തലത്തിൽ തന്നെ വകുപ്പ് തലത്തിൽ നടക്കുന്നുമുണ്ട്. ഇതോടൊപ്പം കേസെടുത്തതിന് ശേഷം നടക്കുന്നുണ്ട്. കേസെടുത്തിട്ടും ഇതുവരെയും ഈ SIയെ അറസ്റ്റ് ചെയ്തതായിട്ട് വിവരമില്ല. ഇതുവരെയും നമ്മുടെ ഈ സംസാരിക്കുന്ന സമയത്തും അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുകയോ അദ്ദേഹത്തിന് മറ്റെന്തെങ്കിലും നടപടി അറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട സസ്പെൻഷൻ ഒന്നും വന്നിട്ടില്ല. കാരണം കേസെടുത്തിട്ടേ ഉള്ളൂ. ഇനിയിപ്പം സസ്പെൻഷൻ ചെയ്യേണ്ടത് മുകളിലെ ഉദ്യോഗസ്ഥന്മാർ ആലോചിച്ചിട്ട് കേസെടുത്ത സ്ഥിതിക്ക് ഉണ്ടാകുമായിരിക്കും. ചിലപ്പോൾ 2-3 ദിവസത്തിനകത്ത് ഉണ്ടാകുമായിരിക്കാം. ഇതുവരെയുള്ള നമ്മുടെ ഒരു അറിവനുസരിച്ച് സസ്പെൻഷൻ വന്നിട്ടില്ല. കേസെടുത്തു, ജാമ്യമില്ലാ വകുപ്പ് അനുസരിച്ച് കേസെടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇത് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ, ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല കേരളത്തിൽ. ഞാൻ ആദ്യമേ പറഞ്ഞു. ഒന്ന് നമുക്കറിയാം, തിരുവനന്തപുരത്ത് ഒരു ക്ഷേത്രത്തിൽ കയറി ഒരു പൂജാരിയെ അറസ്റ്റ് ചെയ്ത് ഈ അടുത്ത കാലത്ത്. എന്നിട്ട് അയാൾ ആ പോലീസ് ഉദ്യോഗസ്ഥൻ സസ്പെൻഷനിലായി. കാരണം ക്ഷേത്രത്തിനകത്തുനിന്ന് പിടിച്ചെടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്തത്. എന്നിട്ട് അയാൾ അല്ലാതെ ആയി. ഇതിനു മുമ്പ് ഒരു കുമിളിയിലെ ഒരു അയ്യപ്പൻ എന്ന് പറഞ്ഞ അതും ഒരു ദളിത് മനുഷ്യനാണ്, അപ്പോൾ ആ ഒരു തൊഴിലാളിയാണ്. അയാളെ ഇതുപോലെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി ഇടിച്ച് പരുവപ്പെടുത്തി. അദ്ദേഹം ആശുപത്രിയിലായി, വളരെ ക്ഷീണിതനായി. അതിനു മുമ്പ് ഒരു ഗോമതി അമ്മ എന്ന് പറയുന്ന ഭാരതി അമ്മ എന്ന് പറയുന്ന ഒരു 84 വയസ്സായ ഒരു അമ്മയുണ്ട്. ഇവർക്കെതിരെ ആള് മാറി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് അവര് അവരുടെ സംഭവം എന്ന് പറഞ്ഞാൽ വളരെ വർഷം മുമ്പുള്ളൊരു സംഭവമാണ്. അപ്രതീക്ഷിതമായിട്ട് ഒരു ദിവസം പോലീസ് വരുന്നു. നിങ്ങളല്ലേ ഭാരതീയമ്മ എന്ന് വെച്ച് തന്നെ പറഞ്ഞു പൊക്കുന്നു. ഇത്രയാണ്, വേറെ ഒന്നും ചെയ്തില്ല. പൊക്കുന്നു, കൊണ്ടുപോകുന്നു, കേസിൽ പെടുത്തുന്നു, ലോക്കപ്പിലിടുന്നു ഒക്കെ സംഭവിക്കുന്നു. അപ്പോൾ ഇവർ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇങ്ങനെയാണ് നീ മുമ്പ് ഒരു വീട്ടിൽ ഇതിൻ്റെ നടന്ന സംഭവം എന്ന് പറഞ്ഞാൽ 1998 നടന്നൊരു സംഭവമാണ്. അവിടെ ഒരു ഭാരതീയമ്മ എന്നുള്ള സ്ത്രീ ഒരു വീട്ടിൽ ജോലിക്ക് ചെയ്യുന്നു. ആ വീടുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് കേസുണ്ട്. ഈ ഭാരതീയമ്മ, യഥാർത്ഥ പ്രതിയായ ഭാരതീയമ്മയെ പോലീസ് പിടികൂടുകയും അറസ്റ്റ് ചെയ്യുകയും റിമാൻഡിലാക്കുകയും ജാമ്യത്തിൽ പോവുകയും ചെയ്തു. ജാമ്യത്തിൽ പോയ ഭാരതീയമ്മ, യഥാർത്ഥ ഭാരതീയമ്മ മുങ്ങി, പിന്നെ കിട്ടാനില്ല. അങ്ങനെ വന്നപ്പോഴാണ് 2019 പോലീസ് ഈ ഭാരതീയമ്മയെ, ഈ ഒന്നും അറിയാത്ത പാവം വീട്ടമ്മയായ ഭാരതീയമ്മയെ, 84 വയസ്സുള്ള ഭാരതീയമ്മയെ പൊക്കുന്നത്. പൊക്കി 4 വർഷമാണ് ഈ പാവം ഒന്നും നിരപരാധിയായ, ഒരു കുറ്റവും ചെയ്യാത്ത ഈ 84-കാരിയായ ഭാരതീയമ്മ 4 വർഷമാണ് കോടതി കയറി ഇറങ്ങിയതും കേസുമായിട്ട് ബന്ധപ്പെട്ട് അവരെല്ലാം തെളിയിക്കാൻ വേണ്ടി. അവരെല്ലാം തെളിയിക്കാൻ, അതാണ് പ്രശ്നം. അവരെല്ലാം തെളിയിക്കാൻ, അതാണ് ഇവിടെ സംഭവം. നമ്മളൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം, നമ്മൾ കേസിൽ പ്രതിയായി കഴിഞ്ഞാൽ നമ്മളല്ലെങ്കിൽ നമ്മൾ തന്നെയാണ് തെളിയിക്കേണ്ടത്. നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മളല്ല എന്നുള്ളത്. നാളെ ഇപ്പം ഞാനോ നിങ്ങളോ പോകുമ്പോൾ നീ ഇന്നെ പിടിച്ച് കൊന്നില്ലേടാ, അല്ലെങ്കിൽ നീ ഇന്നത് മോട്ടിച്ചില്ല എടുത്ത് അതാക്കിയാൽ നമ്മുടെ ബാധ്യതയാണ്. നമ്മൾ ബാധ്യത. ഞാൻ കള്ളനല്ല, ഞാൻ മോട്ടിച്ചിട്ടില്ല എന്ന് പറയേണ്ടത് നമ്മുടെ ബാധ്യതയായി. നമ്മുടെ സിസ്റ്റം അനുസരിച്ച് ഗവൺമെന്റിന്റെ ബാധ്യതയല്ല. അതെ, അതാണ്. അപ്പൊ ഇത് ഈ 84 വയസ്സായ സ്ത്രീയെ എന്തൊരു കഷ്ടം. എന്നിട്ട് അവരിപ്പം മനുഷ്യാവകാശ കമ്മീഷന് പരാതി കൊടുത്തിട്ടുണ്ട്. മനുഷ്യാവകാശ കമ്മീഷൻ അത് കേസെടുത്തിട്ടുണ്ട്. ആ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ കാര്യത്തിൽ എന്ത് തീരുമാനം വരും എന്നുള്ളത് പിന്നീട് കാണാം. എന്തായാലും അങ്ങനെ ഒരു സംഭവം നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ ചടയമംഗലം നടക്കുമ്പോൾ നമ്മളതിന് ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് കാണണ്ട. ഇത്
ഈ പോലീസിൻ്റെ രീതി, കാരണം നമ്മുടെ പോലീസിങ് സമ്പ്രദായത്തിൽ സംവിധാനത്തിൽ വല്ലാതെ ഒരു അഴിച്ചുമാറ്റം വന്നില്ലെങ്കിൽ ഇപ്പോഴും നമ്മൾ മറ്റേ ഈ പിന്നെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് പോലീസ് ചെയ്തുകൊണ്ടിരുന്ന കാര്യത്തിനെ അതേപോലെ നമ്മൾ പിന്തുടരുന്ന ഏമാനെ എന്ന് വിളിക്കുന്ന, ഇപ്പം കുറേശ്ശെ മാറിയിട്ടുണ്ട്. പണ്ടാണ് ഏമാൻ എന്നല്ലാതെ പോലീസ് ഉദ്യോഗസ്ഥനെ SI എന്ന് നമുക്ക് ആർക്കും വിളിക്കാൻ പാടില്ല, ഏമാൻ എന്നേ വിളിക്കാവൂ, അതിനപ്പുറം വിളിക്കണം. ഇപ്പം നമ്മളൊക്കെ പോലീസ് എന്നിട്ട് SI ആണോ SI ഉണ്ടോ എന്ന് ചോദിക്കും, അല്ലെങ്കിൽ CI ഉണ്ടോ എന്ന് ചോദിക്കും, ചിലപ്പം പേരെടുത്ത് നമ്മൾ വിളിക്കും. ഇപ്പോൾ അത് മാറിയിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഇപ്പോഴും അതിൻ്റെ അടിസ്ഥാനപരമായ ചില സംവിധാനങ്ങൾ ഇപ്പോഴും പഴയ രീതിയിൽ കിടക്കുകയാണ്. അത് മാറേണ്ടതാണ്. എങ്ങനെ മാറും എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ ഇതെങ്ങനെ മാറും എന്നുള്ളതിനെ കുറിച്ചാണ് ഇനി നമ്മൾക്ക് ചർച്ച ചെയ്യേണ്ടത്.